ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരു കാറ് നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ പലപ്പോഴും വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഇത്തിരി ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയില്ല. അതായത് ഒരു നോട്ടമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ പലപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകത്തില്ല. വാഹനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ വാഹനം ഓടിക്കുമ്പോൾ തുടക്കത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകാത്തത് കൊണ്ട് പലപ്പോഴും ലെഫ്റ്റ് സൈഡിലുള്ള കുഴികളിലേക്ക് ചിലപ്പോൾ വാഹനത്തിൻ്റെ ഇടതേ സൈഡിലെ ടയർ അല്ലെങ്കിൽ റോഡിൻ്റെ കട്ടിങ് വിട്ട് വാഹനത്തിൻ്റെ ഇടതേ സൈഡിലെ ടയർ പലപ്പോഴും റോഡ് സൈഡിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ഡ്രൈവ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ഗിയർ മാറ്റുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടാറില്ല. അങ്ങനെ ഇത്തിരി ഒരു ശ്രദ്ധ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ പലപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം ബിഗിനേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈകൾ കൃത്യമായിട്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് ഓടിക്കാനും നിങ്ങളുടെ ശ്രദ്ധ ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് ചേഞ്ച് ആയാൽ പോലും നിങ്ങളുടെ വാഹനം ഇടത് തന്നെ നിൽക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഈ ഒറ്റ ട്രിക്കിലൂടെ നിങ്ങളുടെ കൈകൾ കൃത്യമായിട്ട് സ്റ്റിയറിങ്ങിൽ ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക, ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പേർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നതും അല്ലെങ്കിൽ കൃത്യമായിട്ട് ബാലൻസ് കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പല ആൾക്കാർക്കും സ്റ്റിയറിങ്ങിൽ കൈകൾ ബാലൻസ് ചെയ്യേണ്ട മെത്തേഡ് പലർക്കും അറിയത്തില്ല. വലത്തെ കൈയുടെ ബാലൻസിങ്ങും ഇടത്തെ കൈയുടെ ബാലൻസിങ്ങും ഇതിലേതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്കും ഒരു ധാരണയില്ല. ഈ ഒരു ഐഡിയ കിട്ടുകയും ഒപ്പം തന്നെ ഞാൻ പറയുന്ന കുറച്ച് മെത്തേഡുകൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കംഫർട്ടായിട്ടുള്ള ലെവലിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. ഒരുപാട് മുന്നോട്ട് കയറിയിരിക്കാൻ പാടില്ല, ഒരുപാട് ബാക്കിലേക്ക് ഇറങ്ങാനും പാടില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഈ ഒരു ഏരിയ സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പ് എൻഡിൽ വരുന്ന ഈ ഒരു അകലം നമ്മൾ പാലിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് അതിന് ഞാൻ എൻ്റെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളെ സ്റ്റിയറിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള ബാലൻസിങ് കാണിച്ചു തരാം. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഡ്രൈവർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏത് കൈകളാണ് കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ എൻ്റെ കൈ ഞാനിവിടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് പിടിക്കുന്നു. ഇപ്പം ഞാൻ ഇടത്തെ സൈഡിലേക്ക് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബാലൻസ് വരുന്ന ഏതാണ്? രണ്ട് കൈകൾ ഒരേ രീതിയിലാണ് ബാലൻസ് വരുന്നത്. നിങ്ങൾ നോക്കുക, രണ്ട് കൈകൾ. എന്നാൽ നമ്മളൊരു സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏത് കൈയാണ് ബാലൻസ് ചെയ്യുന്നത്? ഈ കൈയാണോ ഈ കൈയാണോ? കൃത്യമായിട്ട് നമ്മളോട് വലത്തെ കൈയാണ്. മനസ്സിലായോ? അപ്പം ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മളുടെ വലത്തെ കൈയാണെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇടത്തെ കൈ എന്ന് പറയുന്നത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വലത്തെ കൈയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു രീതി മാത്രമാണ് ഇടത്തെ കൈ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 3 രീതികളാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധാരണ കൈകൾ പിടിക്കേണ്ടത്. എന്നാൽ ഈ 3 രീതിയിൽ ഏതാണ് ശരിയായിട്ടുള്ള മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 രീതിയും നമ്മൾ ഡ്രൈവിംഗിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, സ്റ്റിയറിംഗ് വീലിനെ ഒരു ക്ലോക്ക് ആയിട്ട് സങ്കല്പിച്ചാൽ 9-3 പൊസിഷനിൽ ഇങ്ങനെ കൈപിടിക്കും. ഇത് 9 മണി, ഇത് 3 മണി, 9-3 ഈ പൊസിഷൻ. ഇതിലാണെങ്കിൽ നമുക്കിത് എടുത്തെടുത്ത് തിരിക്കാം. മനസ്സിലായോ? ഇനി വലത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തെടുത്ത് തിരിക്കാം. പിന്നെ ഉള്ളതാണ് 10-10 പൊസിഷൻ. 10-10 പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ പൊസിഷൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചെറിയ വളവും തിരിവൊക്കെ വന്നു കഴിഞ്ഞാൽ 10-10 പൊസിഷനിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് 8-4 പൊസിഷൻ, 8-4 പൊസിഷൻ. ഈ പൊസിഷൻ സാധാരണ ആരും തന്നെ യൂസ് ചെയ്യാറില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് 9-3
10-10 പൊസിഷനും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കണം. അപ്പോൾ ഇത് ഏതൊക്കെ മെത്തേഡിൽ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒപ്പം തന്നെ ഇതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ ഹാൻഡും പ്രാക്ടീസ് ചെയ്യണം. സിംഗിൾ ഹാൻഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഏരിയയിൽ പിടിച്ചിട്ട് സിംഗിൾ ഹാൻഡ് പ്രാക്ടീസ് ചെയ്യുക. സിംഗിൾ ഹാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നമുക്കിപ്പം വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഇത്തിരി ഇടത്ത് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇടത്ത് തിരിക്കാം, ഇത്തിരി വലത് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വലത് തിരിക്കാം, ഇനി ഇത്തിരി കൂടുതൽ തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വരും, ഇനി ഇവിടുന്ന് ഇത്രയും തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വരും. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ സിംഗിൾ ഹാൻഡ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ ഗിയർ മാറുന്ന സമയത്ത് ഈ സിംഗിൾ ഹാൻഡിൻ്റെ പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വാഹനം മറ്റൊരു സൈഡിലേക്ക് പോകും. മനസ്സിലായോ? അപ്പം ഈ പൊസിഷൻ സിംഗിൾ ഹാൻഡ് പൊസിഷൻ എല്ലാം നമ്മൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ഉപയോഗിച്ച് വേണം ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ നിങ്ങളെ അതൊന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ വാഹനം ഇവിടുന്ന് ഞാൻ റൈറ്റ് ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു, ഇവിടുന്ന് ഞാൻ എടുക്കുന്നു, റൈറ്റ് ടേൺ എടുക്കുന്നു, റൈറ്റ് ഇൻഡിക്കേറ്റർ ഞാൻ പ്രോപ്പറായിട്ട് കൊടുക്കുന്നു. ഇവിടെ വണ്ടി എടുക്കുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു നോക്കുക. അതായത് നിങ്ങൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് സിംഗിൾ ഹാൻഡ് അല്ല, രണ്ട് കൈകളും വേണം. അത് 9-3 പൊസിഷനിൽ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എടുത്ത് നമ്മൾ ഫുൾ ഒരു റൊട്ടേഷൻ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു, 9-3 പൊസിഷനിൽ പിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തിരിക്കുക, കണ്ടോ? ഇങ്ങനെ തിരിച്ചിട്ട് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ വണ്ടി എടുക്കുക. നല്ല റൈറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് ഇത് എന്ത് ചെയ്യണം, എടുത്തെടുത്ത് തിരിക്കണം. മനസ്സിലായോ? 9-3 പൊസിഷൻ വെച്ചിട്ട് എടുത്തെടുത്ത് തിരിക്കുക. ഇവിടെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നീങ്ങി 9-3 പൊസിഷനിൽ ഞാൻ തിരിച്ചു. അപ്പം നിങ്ങൾക്ക് പല ആൾക്കാർക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആകത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിവുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഇപ്പം എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റ് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി അനക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണെന്ന്. ഇനി ഞാൻ ഇവിടുന്ന് ഫുൾ ഒരു റൊട്ടേഷൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചു, ഇപ്പോൾ ലോക്കായി, വലത്തെ സൈഡിലേക്ക് പിടിച്ചു ലോക്കായി. ഇനി ഇവിടുന്ന് നിങ്ങൾ നോക്കുക, ഈ ഒരു എംബ്ലം വെച്ച് ഞാൻ ഒരു അര റൗണ്ട് പിടിച്ചു. മനസ്സിലായോ? വീണ്ടും ഈ ഒരു എംബ്ലം വെച്ച് ഒരു റൗണ്ടും കൂടെ പിടിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കണ്ടോ വണ്ടിയുടെ ടയർ നേരെ. അപ്പോൾ ഇങ്ങനെ തിരിവുകളെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ഒരു 1.5 റൗണ്ട് ഇങ്ങോട്ട് പിടിച്ചപ്പം വാഹനത്തിൻ്റെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായിട്ടുണ്ട്, കണ്ടോ? ഇനി നേരെ പോകുന്ന പൊസിഷനിൽ ഇങ്ങനെ കൈ പിടിക്കുക. മനസ്സിലായോ? ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പരമാവധി ഡ്രൈവ് ചെയ്യാം. എന്നിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആക്സിലറേഷൻ കൊടുക്കുന്ന സ്പീഡ് ഒരു പരിധിക്കപ്പുറം പോകരുത്. നിങ്ങൾക്ക് എത്ര സ്പീഡിൽ ഓടിച്ചാൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും, അതിനുള്ള അളവിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക. ഇനി അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വണ്ടിയെ ലെഫ്റ്റ് സൈഡ് ആക്കണം. ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ഗിയർ ഇടാനായിട്ട് കൈ ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് വരുമ്പോൾ വലത്തെ കൈ ബാലൻസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതായത് കൈ എടുത്ത് ഇങ്ങനെ പിടിക്കണം, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ വീണ്ടും രണ്ട് കൈ ഇങ്ങനെ പിടിക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഗിയർ ഇടുമ്പോഴത്തേന് തെറ്റത്തില്ല, കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, 9-3 പൊസിഷനിൽ ഞാനിത് ഇങ്ങനെ തിരിച്ച്, ഇപ്പം നിങ്ങൾ നോക്കിയേ 9-3 പൊസിഷനിൽ ഞാനിങ്ങനെ തിരിച്ച് എൻ്റെ വാഹനം ഡ്രൈവ് ചെയ്ത് പോവാണ്. ഇനി എനിക്ക് വീണ്ടും അടുത്തൊരു ഗിയർ ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഞാൻ എൻ്റെ വാഹനത്തെ ഇടതേ സൈഡിലേക്ക് ആക്കുന്നു. നിങ്ങൾ നോക്കിയേ, ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വണ്ടി ആക്കുന്നു. ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, കൈ ഈ ഒരു ഭാഗത്ത് ബാലൻസ് ചെയ്യാനായിട്ട് റെഡിയാകുന്നു. എന്നിട്ട് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ഇടത്തെ സൈഡിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു, കണ്ടോ? എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേടിടുന്നു, കണ്ടോ? അപ്പം നമുക്ക് കറക്റ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും. വീണ്ടും രണ്ട് കൈ വേണം എന്ത് ചെയ്യണം, എടുത്ത് ഇങ്ങനെ സ്റ്റിയറിങ്ങിലേക്ക് പിടിക്കണം. എന്നിട്ട് ഇനി ഈ ഒരു ഡ്രൈവ് മെത്തേഡ് നമുക്ക് കുറേ നേരം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെ എടുത്തെടുത്തുള്ള തിരിവുകൾ തുടക്കത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ട്രിക്കും കൂടെ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് തിരിയുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. ഇനി ചെറിയ വളവും തിരിവുള്ള റോഡുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ 9-3 നിന്ന് ഇത്രയും കൂടെ ബാലൻസ് ആക്കാനായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ കൈ എടുത്തത് ഈ ഒരു ഭാഗത്ത് വെക്കാം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഇവിടെ എൻ്റെ വലത്തെ കൈ സ്റ്റിയറിങ്ങിൽ ഒറ്റ സിംഗിൾ ഹാൻഡ് ബാലൻസിങ്ങിന് ഇങ്ങനെ കിട്ടി. ഈ സമയത്ത് നമുക്കൊന്ന് ഗിയർ ഡൗൺ ചെയ്യാം, ക്ലച്ച് നയിക്കാം. വീണ്ടും രണ്ട് കൈ എടുത്ത് ഈ 10-10 പൊസിഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ വളവും തിരിവുള്ള റോഡുകൾ, കുഞ്ഞു വളവൊക്കെ ഉള്ളതെങ്കിൽ നമുക്കിത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം, ഇതും നിങ്ങൾ പരീക്ഷിക്കണം. ഇത് പരീക്ഷിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ വളവും തിരിവുള്ള റോഡുകളിൽ നിങ്ങൾക്കിത് ചെയ്യാം. ഇനി ഒരു ജംഗ്ഷനിൽ നിന്ന്
ടേൺ എടുക്കുന്ന സമയത്തോ അത് പറ്റില്ല. അവിടെ നമ്മൾ രണ്ട് കൈയും ഈ 9-3 പൊസിഷനിലേക്ക് വരിക, ഇങ്ങനെ എടുത്ത് തിരിക്കുക. കണ്ടോ? അപ്പം നമുക്ക് ജംഗ്ഷനിലുള്ള ബാലൻസ് കറക്റ്റ് ആവും. വീണ്ടും സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ നേരെയാക്കുക. ഇനി അടുത്തൊരു ഗിയർ ഇടാനായിട്ട് തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൈ എടുത്തത് ഇവിടെ ബാലൻസ് ചെയ്യുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേടിടുന്നു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു, വീണ്ടും രണ്ട് കൈ എടുത്ത് ഇവിടെ പിടിക്കുകയാണ്. കണ്ടോ? ചെറിയ വളവുള്ളെങ്കിൽ തിരുവുള്ളെങ്കിൽ ഇങ്ങനെ പിടിക്കുക, ആക്സിലറേഷൻ കൊടുത്തു പോവുക. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇടത് ചേരുന്നുണ്ട്, കുറച്ച് റൈറ്റ് വരണം, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു, വീണ്ടും ഞാനിത് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു. ഒരു ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലത്തെ കൈ ഇവിടെ ഓൾറെഡി ബാലൻസ് ആണ്, ക്ലച്ച് പിടിക്കുക, ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ച് എന്ന് അയച്ചു. കണ്ടോ? എന്നിട്ട് വീണ്ടും എൻ്റെ കൈ ഇങ്ങനെ വന്നു. ഇനി എടുത്തെടുത്ത് തിരിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ 9-3 ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റിയറിങ്ങിനെ കൃത്യമായിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ഈ രീതി പഠിക്കണം. ഇനി നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരുപാട് പേർക്കുള്ളൊരു ഏറ്റവും വലിയ ഡ്രൈവിങ്ങിലെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അതായത് ഗിയർ മാറ്റുമ്പോഴാണ് ഈ തെറ്റുകൾ വരുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് കിട്ടണം. ആ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയണം. അതിനൊരു സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക, സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഓടിക്കുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ട് വരും, കാരണം നമുക്ക് പെട്ടെന്ന് ബാലൻസ് കിട്ടത്തില്ല. എന്നിട്ട് ഇങ്ങനെ കുറേ നേരം നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അതായത് ഇടത്തെ സൈഡിലേക്കാണെങ്കിൽ ഇങ്ങനെ വരുന്നു, വീണ്ടും ഞാനൊന്ന് സ്റ്റിയറിങ്ങിനെ നേരെയാക്കുന്നു, എന്നിട്ട് ഇത് ഒരു കൈ ഗിയർ ലിവറിൽ ജസ്റ്റ് ഒന്ന് വെച്ച് ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ വീണ്ടും നിങ്ങൾ നോക്കി, ഞാൻ വലത്തെ സൈഡിലേക്ക് ഒന്ന് പിടിക്കുകയാണ്, ഇത് ഇങ്ങനെ പിടിച്ച് ഇത്രയും നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലച്ച് പിടിച്ചു ഇങ്ങനെ ഗിയർ ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പിടികിട്ടും. വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഒരു ജംഗ്ഷനിൽ എൻ്റെ വണ്ടി എടുക്കണം. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നമുക്ക് രണ്ട് രീതിയിലുള്ള ശ്രദ്ധ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വരും. ഒന്ന്, നമ്മളുടെ ഒരു കൈ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നു, മറ്റേ കൈ ഗിയർ ലിവറിലേക്ക് ഇരിക്കുന്നു. ഈ രണ്ട് ശ്രദ്ധ നമുക്ക് ഒരേ ടൈമിൽ കിട്ടും. എന്നാൽ നിങ്ങൾ ഈ സിംഗിൾ ഹാൻഡ് പ്രാക്ടീസ് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒറ്റ ശ്രദ്ധ സ്റ്റിയറിങ്ങിലേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അറിയാതെ ഒരു കൈ എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളൊരു സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകും. മനസ്സിലായോ? അപ്പം നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ ബാലൻസ് ചെയ്ത് കുറച്ച് ദൂരം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയും ഗിയർ ലിവറിലും ശ്രദ്ധ വരും, നമ്മളുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കൈ ഇതുപോലെ ഇടത്തെ സൈഡിലേക്ക് തിരിയേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഗിയറിനെ ഡൗൺ ചെയ്യും. നമ്മളുടെ നോട്ടം ഗിയർ ലിവറിലേക്ക് പോകത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മളുടെ കൈ ഗിയർ ലിവറിൽ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് കഴിയും, തപ്പിപ്പിടിക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകത്തില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപകടം ഉണ്ടാകും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ എനിക്കിവിടെ ഗിയർ മാറ്റുമ്പോൾ ഗിയർ മാറ്റാതിരിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് എൻ്റെ ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യണം, ഗിയർ ഇടണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? വീണ്ടും രണ്ട് കൈകളും സ്റ്റിയറിങ്ങിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അതായത് പ്രാക്ടീസ് ചെയ്ത് ഇത് റെഡി ആയതിനു ശേഷം എന്ത് ചെയ്യണം? രണ്ട് കൈകൾ ഇതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ആകാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? തിരക്കില്ലാത്ത റോഡിൽ ഒരാളുടെ സഹായത്തോടെ സിംഗിൾ ബാലൻസ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഈ സിംഗിൾ ബാലൻസ് നമുക്ക് കിട്ടുന്ന സമയത്തുള്ള മറ്റൊരു ഗുണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. രണ്ട് കൈയും നിങ്ങളുടെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. കാരണം കുറേ നേരം ഒറ്റ കൈ കൊണ്ട് ഓടിക്കുന്നു, അപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. നമ്മൾ രണ്ട് കൈകളും കൊണ്ട് സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. നിങ്ങളല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ നിങ്ങൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഇവിടെ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെ പറയാം. നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ എയർ ബാഗ് വരുന്നത് വാഹനത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ദീർഘദൂരങ്ങളിൽ നമ്മൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കൈകൾ കൊണ്ടാണ് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ ഈ എയർ ബാഗ് കൂട്ടി നമ്മളുടെ മുഖത്തേക്ക് വന്നടിക്കുക. അതായത് ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എയർ ബാഗ് പൊട്ടും, അത് തെറിച്ച് നമ്മളുടെ കൈ കൂട്ടി മുഖത്തായിരിക്കും അടിക്കുന്ന സമയത്ത് വലിയ ആക്സിഡൻറ്റ് ഉണ്ടാകും, നമ്മളുടെ വണ്ടി കൺട്രോളും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചു പോകുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് രണ്ട് കൈകളും ഉപയോഗിച്ച് തന്നെ ഡ്രൈവ് ചെയ്യാനായിരിക്കണം. അതുകൊണ്ട് ഈ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം
എന്ന് പറയുന്നത് സ്പീഡ് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. ഒരുപാട് സ്പീഡ് കൂടാൻ പാടില്ല. സ്പീഡ് കൂടിയാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റിപ്പോകും. അതുകൊണ്ട് സ്പീഡ് കുറച്ച് ഞാൻ പറഞ്ഞ മെത്തേഡുകൾ അനുസരിച്ച് നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.